അതെ, ത്രിമധുരം എന്നാൽ പ്രധാനപ്പെട്ട രാവിലെ അമ്മയ്ക്ക് വിശേഷമായിട്ടുള്ള ത്രിമധുരം നിവേദ്യം ചെയ്യും. അത് ശർക്കരം, പിന്നെ തേനും, പിന്നെ നെയ്യും കൂട്ടി ചെയ്യുന്ന ത്രിമധുരമാണ്. ത്രിമധുരം എന്ന് പറയുന്നത് പ്രകൃതിയിൽ ഉത്പത്തിയായ എല്ലാ ഒരു ഔഷധി എന്നാൽ മറിഞ്ഞ് ഉള്ള ഒരു വസ്തുക്കളാണ്. ആ വസ്തുക്കൾ 3 ഭാവത്തിൽ അത് 3 ഗുണങ്ങളന്നിട്ട് ഭാവ അത് കാളി, ലക്ഷ്മി, സരസ്വതി എങ്ങനെയോ അതേപോലെ വർണ്ണിക്കുമ്പോൾ ത്രിഗുണാസ മഹാലക്ഷ്മി എങ്ങനെ മൂകാംബിക്കയോ ആ പൂർണ്ണമായിട്ടുള്ള ആ അമ്മയെ സ്വീകരിച്ച നിവേദ്യം നമ്മൾ എടുത്താൽ പ്രധാനമായിട്ട് ഈ വാചാവികാര ദോഷങ്ങളന്നിട്ട് വരും. മക്കളിക്ക് സംസാരത്തിൽ വരുന്ന തുടർന്നുകൾ, ബുദ്ധിമുട്ടുകൾ, പിന്നെ സംഗീത കലാകാരರಿಗೆ വേണ്ടിയ അനുഗ്രഹങ്ങൾ അതെല്ലാം എടുക്കാൻ വേണ്ടി അമ്മയെ ആ നിവേദ്യം എടുത്താൽ വിശേഷമായിട്ട് അത് നിവേദ്യം ചെയ്ത ആ ത്രിമധുരം 48 ദിവസം കഴിച്ചാൽ ഏത് വിധമായിട്ടുള്ള ബാലഗ്രഹാദി ദോഷങ്ങൾ ഇല്ലെങ്കിൽ വാചാവികാര സംസാരത്തിലുള്ള ദോഷങ്ങൾ പിന്നെ ശരീരബാധകളെല്ലാം നിവൃത്തി ആവും എന്നിട്ടുള്ള ഐതിഹ്യ. അത് എത്രയോ ആൾക്കാർക്ക് ആയിട്ടുണ്ട്. അതാണ് ആ ദേവി ത്രിമധുരത്തിന്റെ വൈശിഷ്ട്യം. മൂകാംബിക ദേവിയുടെ അർച്ചക സ്ഥാനീയരായിട്ടുള്ളവരുടെ ആ ഒരു ഘടന അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നില്ല. കാരണം അങ്ങ് പറഞ്ഞല്ലോ, പുലവാലായ്മ വരുന്ന സമയത്ത് പ്രധാന അർച്ചകര് കേരളീയ ഭാഷയിൽ പറഞ്ഞ മേൽശാന്തി ആയിട്ടുള്ള പദവി. അപ്പോൾ പല കുടുംബങ്ങളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ആ ഘടനയെക്കുറിച്ച്, ആ സ്ഥാനങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിച്ച് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ. മൂകാംബിക്കയില് ഒരു 1000 വർഷം കൊണ്ട് എന്നാൽ ഒരു 940 ഇയേഴ്സ് കൊണ്ട് നമ്മൾ ഫാമിലി ഉണ്ട് എന്നിട്ടുള്ള ഒരു കണക്ക് നമുക്ക് കണക്ക് കിട്ടും. പണ്ടേ മൂകാംബിക ക്ഷേത്രത്തിൽ പൂജാവിധി വിധാനങ്ങളിലേക്ക് തുടക്കമുണ്ടാവുമ്പോൾ ബനവാസി രാജന് കാശ്മീരത്തിലുള്ള അഹിച്ഛത്ര എന്നിട്ടുള്ള പ്രദേശത്തിനെ ഒരു പല ബ്രാഹ്മണക്കാരർ കൊണ്ടുവന്നു, ഈ പ്രദേശത്തിനെ കൊണ്ടുവന്നു. അതേ നമ്മൾ ഹവ്യക്സ് എന്ന് പറയുന്ന ഒരു സമുദായം, കമ്മ്യൂണിറ്റി. ബ്രാഹ്മണ സമുദായത്തിൽ ഹവിസ് കൊടുക്കുന്ന, പ്രധാനമായിട്ട് യജ്ഞത്തിൽ ഹവിസ് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മളതാണ് ഹവ്യക്സ് എന്ന് പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് രാജ മൂകാംബിക്കയിൽ ഒരു വിങ്സ് നമ്മൾ അവിടെ പൂജയ്ക്ക് വേണ്ടി നമ്മൾ വന്നു. കുറേ സമയം നമ്മൾ ആ കുറേ സ്ഥലം നമ്മളടുത്തുണ്ടായിട്ട് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അത് കണ്ട് അടുത്തുള്ള ആ പ്രദേശത്തിൻ്റെ രാജ എന്നാൽ കെളതി സംസ്ഥാനം വന്നിട്ടുണ്ട് അവിടെ. ആ സംസ്ഥാനത്തിൻ്റെ രാജർ നമുക്ക് ആ അമ്പല 1142 ക്രിസ്തശക എന്നാൽ 1200 ഇസ്വി ആ സമയത്തിൽ നമുക്ക് ശാസന എഴുത് എന്നാൽ രേഖ എഴുത് കൊടുത്തു. നമ്മൾ കുടുംബത്തിന് എഴുത് കൊടുത്തിട്ട് അമ്പല പൂർണ്ണമായിട്ട് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തു. പൂജാതന്ത്ര പിന്നെ അമ്പലത്തിൻ്റെ സംരക്ഷണ കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ആയിട്ട് ആ മാനേജ്മെൻറ്റു പിന്നെ തന്ത്രസ്ഥാന, മേൽശാന്തി സ്ഥാനം അതെല്ലാതും നമ്മൾ കുടുംബ ക്ഷേത്ര ബന്ധമായിട്ട് ഉണ്ടായ ക്ഷേത്രമാണ്. 1933 എന്നാൽ 1933 നമ്മളെ ഗ്രാൻഡ് ഫാദറിൻ്റെ അച്ഛൻ സൂര്യനാരായണ അടികൾ എന്ന് പറയുന്ന അദ്ദേഹം വളരെ കഷ്ടമായിട്ട് ഈ രഥോത്സവം ഇപ്പോൾ ഉള്ള എല്ലാ പൂജ ഒക്കെ ഉണ്ടായിരുന്നു. വരുമാനം കുറവായിരുന്നു. ആ സമയത്തിൽ വീട്ടിലുള്ള എല്ലാ സ്വർണങ്ങൾ അടവെച്ച് രഥോത്സവം ചെയ്ത് 2 പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ കഷ്ടകാല വന്നു. ആ സമയത്തിൽ ഒരു പ്രത്യേക കമ്മിറ്റി വെച്ച് ഗവൺമെൻറ്റിനെ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഒരു കമ്മിറ്റിയിൽ ഒരു മെമ്പർഷിപ്പ് വെച്ച് അങ്ങനെ ആഡളിത്തം മാത്രം എന്നാൽ അമ്പലത്തിൻ്റെ മാനേജ്മെൻറ്റ് മാത്രം വിട്ടുകൊടുത്തു. അന്നു മുതൽ ഇതുവരെ ഇപ്പോൾ ഗവൺമെൻറ് ആയിട്ടുണ്ട്. 33 തുടങ്ങി
ഇപ്പോൾ 26 ആയിട്ടുണ്ട്. അങ്ങനെ 24ാമത്തെ തലമുറയിൽ അവർ കൊടുത്തതാണ്. 24ാമത്തെ ജനറേഷൻ. ഇപ്പോൾ നമ്മൾ ഫാമിലിയിലുള്ള ഇപ്പോൾ പൂജ ചെയ്യുന്നവർ 30ാമത്തെ തലമുറ. അതിൽ 2 വിങ്സ് ഉണ്ട്. നമ്മൾ ദത്തെടുത്ത ഫാമിലി ഉണ്ട്, ಅವರು ಶಾಂತಿಕಾರಾണ്. നമുക്കു ഒരു നേര പൂജയുണ്ട്, അവർക്കും ഒരു നേര പൂജയുണ്ട്. അതിൽ 3 നേരം രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ശാന്തിയും തന്ത്രിയും ശാന്തിയായിട്ട് ഒരു നേരം പൂജ ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ്. അത് എന്തിനെന്നാൽ ആ ക്ഷേത്രം നമ്മളതേ ക്ഷേത്ര പണ്ടേ ആയതുകൊണ്ട് നമ്മൾ മേൽശാന്തിയായിട്ടും തന്ത്രിയായിട്ടും രണ്ടും ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അത് ഒരു അന്യോന്യ ബന്ധുത്വം ഉണ്ടായിരുന്നു ആ സമയത്തിൽ നമ്മളെ കുടുംബത്തിൽ. അതും ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് നമ്മളെ ഫാമിലിക്ക് വന്ന് നമ്മളെ കുടുംബക്കാർ ആയവർക്കും ഇപ്പോൾ ഒരു നേരം പൂജ ഉണ്ട്, നമുക്കും ഒരു നേരം പൂജയുണ്ട്. വിശേഷത്തിൽ തന്ത്രിയായിട്ട് പട്ടേൽ ഫാമിലി എന്ന് പറയുന്ന നമുക്ക് തന്ത്രസ്ഥാനവും ഉണ്ട്. അങ്ങനെ രാവിലെ, ഉച്ച, രാത്രി ചെയ്യുന്നത് നമ്മൾ ഫാമിലിയാണ്. പിന്നെ വൈകുന്നേരം നമ്മൾ ഫാമിലിക്ക് പൊലയൊക്കെ വന്നാൽ എല്ലാവർക്കും പൂജ ചെയ്യാൻ പറ്റുന്നില്ല. അതിനു വേണ്ടി അന്യഗോത്രത്തിൻ്റെ ആ ഫാമിലിയെ കൊണ്ടുവന്ന് 1800 ഇസ്വി അടുത്ത ഇതിൽ മധ്യത്തിൽ അവർക്ക് പ്രദോഷ പൂജ ദാനമായിട്ട് എഴുതി കൊടുത്ത് ഇപ്പോൾ അവർ പ്രദോഷ പൂജ അർച്ചകരായിട്ട് നിത്യ വൈകുന്നേരത്തെ പൂജ ചെയ്യൂ. അല്ലാണ്ട് നമുക്ക് പൊലയൊക്കെ വരുമ്പോൾ, വാലയാമം എല്ലാം വരുമ്പോൾ നമ്മൾ പൂജയും ചെയ്തു കൊടുക്കുന്ന കാര്യം അവർ ചെയ്യും. ഇങ്ങനെ നമ്മുടെ ക്ഷേത്രത്തിൽ തന്ത്രി, മേൽശാന്തി, പിന്നെ ശാന്തിക്കാർ എല്ലാവരും ഒന്നിച്ച് 4 സമയത്തിൻ്റെ പൂജ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടുണ്ട്. ഇപ്പോൾ ഞാൻ 30ാമത്തെ തലമുറ നമ്മൾ ഫാമിലിയിൽ. അങ്ങനെ ക്ഷേത്രത്തിന് പിന്നെ അമ്പലത്തേക്കും നമുക്കും ഉള്ള ഒരു ബന്ധമാണ്. പിന്നെ പരിചാരകരുണ്ട്, അവർ മൂർത്തിധാരകരെന്ന് പറയും. അവർ 4-5 തലമുറയായിട്ടുണ്ട്. പിന്നെ എല്ലാ ചുത്തമ്പലുകളിക്കും അധികാരികളുണ്ട്, പൂജാവകാശമുള്ളവരുണ്ട്. അവരെല്ലാം പുരോഹിതന്മാർ എന്നിട്ട് പറയൂ. അവരെല്ലാം അവരവರ കാര്യം ചെയ്യും. നിവേദ്യക്കാരുണ്ട്. എല്ലാം പാരമ്പരികമായിട്ട് പണ്ടേക്കാർ ചെയ്ത് വെച്ചിട്ടുണ്ട് സിസ്റ്റം. ആ സിസ്റ്റം പോലെ ഇപ്പോൾ പോയിക്കൊണ്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ആ സിസ്റ്റത്തിലേ പോയിക്കൊണ്ടുണ്ട്.